വടക്കൻ കേരളത്തിൽ ദുരിതപ്പെയ്ത്ത് തുടരുന്നു. ശക്തമായ കാറ്റിലും മഴയിലും നിരവധി വീടുകൾ തകർന്നു. താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലാണ്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, പാലക്കാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് കോളേജുകൾക്ക് അവധി ബാധകമല്ല. കോഴിക്കോട് ജില്ലയിൽ പ്രധാന അധ്യാപകരാകും സ്കൂളുകൾക്ക് അവധി നൽകുക. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുന്നത്. കനത്ത മഴയിലും കാറ്റിലും നിരവധി വീടുകൾ തകർന്നു. മരം കടപുഴകി വീണ ഗതാഗത തടസ്സവും ഉണ്ടായി. മഴ എല്ലായിടങ്ങളിലും ഇടവിട്ട് ശക്തിയായി പെയ്യുകയാണ്. കോഴിക്കോട് ജില്ലയിൽ നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിക്കുന്നത് സ്കൂളിലെ പ്രധാന അധ്യാപകരായിരിക്കും. പ്രാദേശിക സാഹചര്യം കണക്കിലെടുത്ത് അവധി പ്രഖ്യാപിക്കണമെന്ന് ജില്ലാ കളക്ടർ പ്രധാന അധ്യാപകർക്ക് നിർദ്ദേശം നൽകി. ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ കക്കയം ഡാമിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. വിലങ്ങാട് പുഴയിൽ വെള്ളം കയറി. വിലങ്ങാട്, തിനൂർ വില്ലേജുകളെ ബന്ധിപ്പിക്കുന്ന പാലം മുങ്ങി. നിരവധി വീടുകൾക്കാണ് ശക്തമായ മഴയിലും കാറ്റിലും ജില്ലയിൽ കേടുപാടുണ്ടായത്. വയനാട്ടിൽ മഴ ശക്തമായി തുടരുകയാണ്. പനമരം, മാനന്തവാടി, ബത്തേരി എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. മുത്തങ്ങ റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. പടിഞ്ഞാറേത്തറ ഡാമിൽ ജലനിരപ്പ് ഉയർന്നു. വയനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെയും അവധി പ്രഖ്യാപിച്ചു. കാസർഗോഡ് മലയോര മേഖലയിലാണ് മഴ ശക്തമായി പെയ്യുന്നത്. കോടോംബേളൂരിൽ അങ്കനവാടിയുടെ ചുറ്റുമതിൽ തകർന്നു. ആർക്കും പരിക്കില്ല. മലപ്പുറത്ത് ഇടവിട്ട് മഴ ശക്തിയായി പെയ്യുന്നു. തിരൂരങ്ങാടി മേഖലയിൽ പല വീടുകളിലും വെള്ളം കയറി. പാലം കവിഞ്ഞ പുഴയൊഴുകുന്നു. മലപ്പുറം എടക്കരയിൽ പുന്നപ്പുഴയിലെ ജലനിരപ്പും ഉയർന്നു. മുപ്പിനിപ്പാലം മൂടി വെള്ളം ഒഴുകുന്ന സ്ഥിതിയാണ് ഉള്ളത്. തമിഴ്നാട്ടിലെ നീലഗിരിയിൽ ശക്തമായ മഴ തുടരുന്നതാണ് പുന്നപ്പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണം. അതേസമയം കൊണ്ടോട്ടി, പെരുവള്ളൂർ, കുന്നത്തുപറമ്പ് വെള്ള ടാങ്കിന് സമീപം കുഴക്കയിൽ കുണ്ടിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി. 5 വീടുകൾ അപകട ഭീഷണിയിലാണ്. പ്രദേശത്ത് താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിച്ചു. പാലക്കാട് ജില്ലയിലും മഴ ശക്തിയായി പെയ്യുകയാണ്. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജനം, കോഴിക്കോട്.